നമസ്കാരം. അധികാരം ഒരു വല്ലാത്ത ലഹരിയാണ്. മദ്യത്തെക്കാളും മയക്കുമരുന്നിനേക്കാളും തലയ്ക്ക് മത്ത് പിടിപ്പിക്കുന്ന ലഹരി. അതുകൊണ്ടാണ് എഴുന്നേറ്റു നിൽക്കാൻ ശേഷിയില്ലെങ്കിലും AK ശശീന്ദ്രനും കൃഷ്ണൻകുട്ടിയുമൊക്കെ ഇനിയും മത്സരിക്കുമെന്ന് ഉളുപ്പില്ലാതെ പറയുന്നത്. പിണറായി വിജയൻ്റെയും സ്ഥിതി ഏതാണ്ട് ഇതുതന്നെയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അധികാരത്തിൻ്റെ ലഹരി ഏറ്റവും കൂടുതൽ നുണഞ്ഞത് പിണറായി വിജയൻ തന്നെയായിരിക്കും. VS ഇക്കാര്യത്തിൽ മോശക്കാരനായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ അവസാന കാലത്ത് അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനത്ത് കയറിയിരിക്കാൻ തയ്യാറായത്. KV തോമസ് ഒക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ബാലകൃഷ്ണപിള്ളയെ പോലെയുള്ള ചില നേതാക്കൾ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു. ഉമ്മൻചാണ്ടിയുടെയും TM ജേക്കബിൻ്റെയും കാർത്തികേയൻ്റെയും ഒക്കെ മക്കളും പിതാക്കന്മാരുടെ മരണശേഷം രാഷ്ട്രീയത്തിലേക്ക് വന്നു. വിജയരാഘവൻ്റെയും GR അനിലിൻ്റെയും ഒക്കെ ഭാര്യമാരും രാഷ്ട്രീയ രംഗത്ത് തന്നെയാണ്. പറഞ്ഞു വന്നത് NK പ്രേമചന്ദ്രൻ്റെ കാര്യമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് പ്രേമചന്ദ്രൻ്റെ ആവശ്യം. എന്നാൽ RSP നേതൃത്വം ഈ ആവശ്യം തള്ളിയിരിക്കുകയാണ്. ഞാൻ കണ്ടുവളർന്നത് അച്ഛൻ്റെ രാഷ്ട്രീയമാണെന്നും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നുമാണ് കാർത്തിക് പ്രേമചന്ദ്രൻ്റെ ന്യായീകരണം. എന്തു കണ്ടു വളർന്നു എന്നതൊന്നും ജനങ്ങളുടെ പ്രശ്നമല്ല. അച്ഛൻ ആനപ്പുറത്തിരുന്നു എന്നു കരുതി മകൻ്റെ ചന്തയിൽ തഴമുണ്ടാകണം എന്നുമില്ല. എന്തായാലും NK പ്രേമചന്ദ്രൻ രാഷ്ട്രീയത്തിൽ നിന്ന് നിരവധി പദവികൾ അനുഭവിച്ചയാളാണ്. അതേക്കുറിച്ച് നമുക്ക് നോക്കാം. RSPയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് സ്റ്റുഡൻസ് യൂണിയനിലൂടെ രംഗത്തെത്തിയ പ്രേമചന്ദ്രൻ RYF സംസ്ഥാന സെക്രട്ടറിയായി. 1998 നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗമായി. 1991 ജില്ലാ കൗൺസിൽ അംഗം. 1995 കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം. 1996 കൊല്ലത്തുനിന്ന് മത്സരിച്ച് ലോക്സഭാംഗമായ പ്രേമചന്ദ്രൻ 2 വർഷത്തിനു ശേഷം 1998 നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വീണ്ടും MP ആയി. 2000 മുതൽ 2006 വരെ രാജ്യസഭാ MP ആയി. 2006 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറയിൽ നിന്ന് മത്സരിച്ച പ്രേമചന്ദ്രൻ RSP B സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തി അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയായി. 2011 ചവറയിൽ നിന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊല്ലം ലോക്സഭാ സീറ്റ് കിട്ടാതിരുന്നതിൽ പ്രതിഷേധിച്ച ഇടതുമുന്നണി വിട്ട UDFിൽ ചേർന്നു. അതിനുശേഷം ഷിബു ബേബി ജോണിൻ്റെ RSP Bയും AA അസീസിൻ്റെ RSPയും തമ്മിൽ ലയിച്ച് ഒറ്റ പാർട്ടിയാകുകയും UDFിൻ്റെ ഘടകകക്ഷിയാകുകയും ചെയ്തു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തുനിന്ന് മത്സരിച്ച പ്രേമചന്ദ്രൻ MA ബേബിയെ പരാജയപ്പെടുത്തി ലോക്സഭാംഗമായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ച പ്രേമചന്ദ്രൻ ഇത്തവണ പരാജയപ്പെടുത്തിയത് KN ബാലഗോപാലിനെയായിരുന്നു. അങ്ങനെ വീണ്ടും ലോക്സഭാംഗം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷിനെ തോൽപ്പിച്ച പ്രേമചന്ദ്രൻ നിലവിൽ MP ആണ്. തരാതരം പോലെ പാർട്ടി മാറിയും പിണങ്ങിപ്പിരിഞ്ഞുമൊക്കെ ഓരോരോ അധികാര സ്ഥാനങ്ങളിലിരുന്ന പ്രേമചന്ദ്രൻ ഒന്നാം തരമൊരു അധികാരമോഹിയാണെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇത്രയും നാൾ അധികാര സ്ഥാനങ്ങളിലിരുന്ന പ്രേമചന്ദ്രനാണ് യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു കൊടി പോലും പിടിക്കാത്ത, ഒരു മുദ്രാവാക്യം പോലും വിളിക്കാത്ത തൻ്റെ മകനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് വാശി പിടിക്കുന്നത്. അതായത് തനിക്ക് വിശ്രമജീവിതം നയിക്കാനുള്ള സമയമായി. പക്ഷേ സ്റ്റേറ്റുകാരും ഔദ്യോഗിക പദവികളുമൊന്നുമില്ലാതെ ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ വയ്യ. അതാണ് പ്രേമചന്ദ്രൻ്റെ അവസ്ഥ. ഒരു നേതാവും സ്വയം ജീവനൊടുക്കിയിട്ടില്ല. ഒരു നേതാവും നേതാവിൻ്റെ ബന്ധുക്കളും രക്തസാക്ഷികളോ ബലിദാനികളോ ആയിട്ടില്ല. ഒരു നേതാക്കളും രാഷ്ട്രീയ കൊലക്കേസുകളിൽ ജയിലിൽ കിടന്നിട്ടില്ല. ജയിലിൽ കിടന്നതും പാർട്ടിക്ക് വേണ്ടി ചത്തതും കൊന്നതുമൊക്കെ സാധാരണക്കാരും അവരുടെ മക്കളും മാത്രമാണ്. പോസ്റ്റർ ഒട്ടിച്ചതും തൊണ്ട പൊട്ടി മുദ്രാവാക്യം മുഴക്കിയതും പോലീസിൻ്റെ തല്ലുകൊണ്ടതുമെല്ലാം സാധാരണക്കാരായ മണ്ടൻ അണികൾ മാത്രമാണ്. ഇതൊക്കെ ചിന്തിക്കാൻ രാഷ്ട്രീയ തിമിരം ബാധിച്ച അണികൾക്ക് കഴിയാതെ പോയതാണ് നേതാക്കളുടെ വിജയം. ഇനിയെങ്കിലും ചിന്തിക്കണം. ഇവരീ തരുന്ന പെൻഷനും ആനുകൂല്യങ്ങളും ഒന്നും ഇവരുടെ തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു തരുന്നതല്ല. നമുക്ക് അവകാശപ്പെട്ടതാണ്. നമ്മുടെ നികുതി പണത്തിൽ നിന്ന് തരുന്നതാണ്. ഈ നേതാക്കന്മാരൊക്കെ അനുഭവിക്കുന്ന ആഡംബര സൗകര്യങ്ങളുണ്ടല്ലോ, അതൊന്നും അവരുടെ കാരണവന്മാർ സമ്പാദിച്ച സ്വത്തല്ല, നമ്മുടെ നികുതി പണമാണ്. ഇതൊക്കെ ഇനിയെങ്കിലും ചിന്തിക്കുക. ഇതൊക്കെ തിരിച്ചറിയണം. ഈ രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ വെറും വേലക്കാർ മാത്രമാണെന്ന് മനസ്സിലാക്കണം. ഇവരൊക്കെ നമ്മുടെ നികുതിപ്പണം കൊണ്ട് 4 നേരം വെട്ടിവിഴുങ്ങി ആഡംബര വാഹനത്തിൽ ചീറിപ്പാഞ്ഞ് ഔദ്യോഗിക വസതിയിലെ പട്ടുമെത്തിയിൽ കിടന്നുറങ്ങി ചികിത്സിക്കാൻ വിദേശത്ത് പോകുന്നത് നമ്മുടെ കഴിവുകേട് കൊണ്ടാണ്. എന്തിനാണ് ഇവരെ കാണുമ്പോൾ ഉടുമുണ്ടിൻ്റെ മടിക്കുത്തഴിച്ചിട്ട് ഓച്ചാനിച്ചു നിൽക്കുന്നത്? നമ്മുടെ ആ വിധേയത്വമാണ് അവരെ വഷളാക്കിയത്. ഇതൊക്കെ തിരിച്ചറിഞ്ഞാൽ അടിമകളല്ലാതെ ജീവിക്കാം, അല്ലെങ്കിൽ അടിമകളായി ജീവിക്കാം.